Hi students, welcome to our maths class. So നമ്മൾ ഇന്ന് പുതിയൊരു മൊഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് Laplace transforms. Let f of t be a function. അങ്ങനെയാണെങ്കിൽ tയുടെ value should be greater than or equal to 0. Now അങ്ങനെയുള്ളപ്പോൾ Laplace of f of t is equal to അതിൻ്റെ ഇക്വേഷൻ ആണ് integral 0 to infinity e raised to minus st f of t dt. അപ്പോൾ f of t എന്നുള്ളൊരു ഫംഗ്ഷനെ നമുക്ക് എസിൻ്റെ ടേംസിലായിരിക്കും കിട്ടുന്നത്. സോ ദാറ്റ് വിൽ ബി ഓൾസോ ഈക്വൽ ടു f of s. സോ അതിൻ്റെ ഇക്വേഷൻ ആണ് ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st f of t dt. ഇനി കുറച്ച് റിസൾട്ട്സ് നമുക്ക് പഠിക്കാനുണ്ട്. സോ വൺ ഓഫ് ദ റിസൾട്ട് ഇസ് f of t is equal to 1. നമുക്ക് f of tക്ക് 1 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണെന്ന് നമുക്ക് കാണാം യൂസിങ് ദ ഗിവൺ ഇക്വേഷൻ. നൗ f of t is equal to 1. അങ്ങനെയാണെങ്കിൽ ലാപ്ലേസ് ഓഫ് f of t, ദാറ്റ് ഇസ് ലാപ്ലേസ് ഓഫ് 1. സോ ഇൻറ്റഗ്രൽ 0 to infinity e raised to minus st into f of t, that is the formula. അപ്പോൾ അതിനകത്ത് നമുക്ക് f of tക്ക് we can put the value 1. So e raised to minus st into 1 dt. So again integral 0 to infinity e raised to minus st into dt. So integral of e raised to ax. Integral of e raised to ax in the value is e raised to ax by a. So substituting the same thing, e raised to minus st യുടെ കേസ് വരുമ്പോഴത്തേക്ക് e raised to minus st by minus of s. Now you have to give the limits 0 to infinity. So ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് upper limit ആണ്. So that is in places of this we have to replace with the upper limits, that is infinity and 0. So e raised to minus of infinity വരുന്നുണ്ട് by minus s. Minus of e raised to 0 by minus s. ഇനി e raised to minus infinity എന്ന് വെച്ചാൽ it is 0 and e raised to 0 is 1. Okay. Now e raised to minus infinity ക്ക് നമ്മൾ 0 എന്ന് കൊടുത്തു. So 0 by minus s is, it is again 0. Minus of e raised to 0. E raised to 0 is 1. So 1 by minus of s. That is, we are getting the answer as 1 by s. That means Laplace of 1 is 1 by s. ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ റിസൾട്ട്. So we should know this result. Laplace of 1 is equal to 1 by s. ഇനി നമുക്ക് കുറച്ച് വേറെ റിസൾട്ട്സ് കൂടെ പഠിക്കാം, കാണാം. സോ അതിനു വേണ്ടി ലാപ്ലേസ് ട്രാൻസ്ഫോമും ഉണ്ട്, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമും ഉണ്ട്. സോ എന്താണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം? ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ലാപ്ലേസിന്റെ ഇൻവേഴ്സ് എടുക്കുകയാണ്. സോ ഈ കേസിൽ L inverse of f of s is equal to f of t. f of sന്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് f of tയുടെ ടേംസിലായിരിക്കും. ദാറ്റ് ഇസ്, ഫോർ എക്സാമ്പിൾ, നമുക്കറിയാവുന്ന റിസൾട്ട് ഇസ് ലാപ്ലേസ് ഓഫ് 1 is 1 by s എന്ന് നമുക്കറിയാം. സോ ലാപ്ലേസ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ 1 by sന്റെ ടേംസിലുള്ളതായിരിക്കും നമ്മൾ ഇൻവേഴ്സ് എടുക്കുന്നത്. സോ ലാപ്ലേസ് ഇൻവേഴ്സ് ഓഫ് 1 by s is equal to 1. ഇനി we should know some of the results based upon Laplace transform and inverse Laplace transform. So അതിനു വേണ്ടി ആദ്യം നമുക്ക് Laplace transform കൺസിഡർ ചെയ്യാം. അപ്പോൾ ഈ Laplace transformനകത്ത് f of t 1 ആണെങ്കിൽ, we have already discussed about that result. f of t 1 ആണെങ്കിൽ Laplace of that 1 will be, or Laplace of f of t will be 1 by s. കാരണം ടിയുടെ ടേംസ് എല്ലാം എസിന്റെ ടേംസിലേക്ക് മാറുന്നുണ്ട്. ദാറ്റ് ഇസ് 1 by s. അറ്റ് ദ സെയിം ടൈം ഈ ഒരു റോ നമ്മൾ നോക്കി, ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ 1 by എസിന്റെ ടേംസിലുള്ള നമുക്ക് ടിയുടെ ടേംസിലായിരിക്കും വേണ്ടത്. ദാറ്റ് ഇസ് L inverse of this 1 by s, or L inverse of f of t.
That is 1. നമുക്ക് കിട്ടുന്ന വാല്യൂ ആയിരിക്കും 1. Similarly, Laplace transform f of t ക്ക് t ആണെങ്കിൽ, second one is t ആണെങ്കിൽ, Laplace of that f of t will be 1 by s squared. So you should learn all these relations or these results. ഇനി ഈ സെയിം തിങ്ങിൻ്റെ സെക്കൻഡ് റോ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഈ സെയിം തിങ്ങിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് 1 by s squared. f of s will be 1 by s squared. So നമുക്ക് കിട്ടുന്ന f of tയുടെ വാല്യൂ will be t. Just the opposite of this Laplace transform. ഇനി നമ്മൾ തേർഡ് റോ കൺസിഡർ ചെയ്തേ. അതിനകത്ത് t squared എടുക്കുകയാണെങ്കിൽ നമുക്ക് Laplace of that f of t will be 2 factorial by s cube. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ 1 by s cube എടുത്തു കഴിഞ്ഞാൽ വി ആർ നോട്ട് ടേക്കിംഗ് ദിസ് 2 factorial. അതിന് പകരം 1 by s cube മാത്രം എടുക്കുകയാണെങ്കിൽ your f of t will be t squared by 2 factorial. ഇതേപോലെ t cube, t raised to 4 അങ്ങനെയെല്ലാം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. So generally we can write the expression as t raised to n. t raised to n ആണ് f of t എങ്കിൽ Laplace transform of the t raised to n will be n factorial by s raised to n plus 1. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്തായിരിക്കും? 1 by s raised to n plus 1. നമ്മളവിടെ n factorial എടുക്കത്തില്ല. ആ കേസിൽ f of t will be t raised to n by n factorial. അടുത്തത് e raised to 80. അത് നമുക്ക് f of t വന്നെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി 1 by s minus a. അതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം അപ്പോൾ എന്ത് വരും? 1 by s minus a വരും. ആൻഡ് f of t will be e raised to at. ഇനി നമുക്ക് സൈൻ്റെയും കോസിൻ്റെയും ടേംസിലുള്ള ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാം. സൈൻ 80 വന്നാൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം will be a by a is actually a constant. So a by s squared plus a squared. Similarly, inverse Laplace transform എന്ന് പറഞ്ഞാൽ ആ കേസിൽ 1 by s squared plus a squared വരും. ആൻഡ് നമുക്ക് പറഞ്ഞ പോലെ ഈ n factorial പോലാണ് a is a constant. So sin 80 by a. അങ്ങനെ ആയിരിക്കും ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം വരുന്നത്. So what about cos 80? Cos 80യുടെ കേസിൽ the Laplace of cos 80 will be s by s squared plus a squared. Sin 80 വന്നപ്പം ഒരു കോൺസ്റ്റൻ്റ് ആയിരുന്നു നമുക്ക് ന്യൂമറേറ്റർ ആയിട്ട് വരുന്നത്. പക്ഷേ cos 80 വരുമ്പോഴത്തേക്ക് എസിൻ്റെ വാല്യൂ ആയിരിക്കും മോൾ വരുന്നത്. സോ s by s squared plus a squared. സിമിലർലി ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? f of s will be s by s squared plus a squared and our f of t will be cos a t. ഇതൊക്കെയായിരിക്കും നമുക്ക് വേണ്ടിയ ഫൈനൽ ഇക്വേഷൻസ് when dealing with Laplace transforms. So we'll do some questions based on that. First one, find the Laplace transform of f of t. f of t is equal to t raised to 4. അതാണ് നമുക്ക് തന്നിരിക്കുന്ന question. So we have already learned the general equation, that is Laplace of t raised to n. So Laplace of t raised to n is equal to n factorial by s raised to n plus 1. So ഇവിടെ നമുക്ക് തന്നേക്കുന്ന nന്റെ വാല്യൂ is 4. So Laplace of t raised to 4 എന്ന് വെച്ചാൽ it is 4 factorial by s raised to n plus 1. That is 4 plus 1. That is s raised to 5. ഇനി ഈ ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എന്താ? 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 4 into 3 into 2 into 1. 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 3 into 2 into 1. 2 factorial means 2 into 1. So ഇവിടെ നമുക്ക് തന്നേക്കുന്നത് it is 4 factorial. So 4 into 3 into 2 into 1, that is 24. So 24 by s raised to 5 is the final answer. So നമുക്ക് tയുടെ terms നമുക്ക് s ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റി using Laplace transform. Now moving on to the second question. Find Laplace transform of
e raised to 2t. So അതിന് നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് already ഒരു relation, that is Laplace of e raised to at. And the equation connecting that Laplace of e raised to at is 1 by s minus a. So ഇതിനകത്ത് നമ്മുടെ എയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റിനകത്ത് എയുടെ വാല്യൂ e raised to 2t എന്നാണ് കൊടുത്തേക്കുന്നത്. e raised to 2t. സോ ഇവിടുത്തെ എയുടെ വാല്യൂ എന്താണ്? ഇറ്റ് ഈസ് 2. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. Now Laplace of e raised to 2t, that is equal to 1 by s minus a. So നമുക്കിവിടെ അറിയാവുന്ന പോലെ എയുടെ വാല്യൂ is 2. So just giving the value a as 2, 1 by s minus 2 will be the final answer. Now moving on to the third question. Find Laplace transform of e raised to minus 2t. അപ്പം നമുക്കറിയാവുന്ന പോലെ Laplace of e raised to 8 is 1 by s minus a. So ഇവിടുത്തെ കേസിൽ എയുടെ വാല്യൂ വിൽ ബി മൈനസ് ഓഫ് 2 എന്നായിരിക്കും. ആ കേസിൽ 1 by s minus a. So we have to replace the value a with minus 2. So 1 by s minus of minus 2. So the answer will be 1 by s plus 2. Now moving on to the fourth question. Laplace transform of cos 2t. അതിനുവേണ്ടി Laplace of cos 80 ആദ്യം കൺസിഡർ ചെയ്യുന്നത്. Laplace of cos 80 എന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ ഇസ് s by s squared plus a squared. ഇതിനകത്ത് എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. ഇറ്റ് ഇസ് 2 cos of 80. So എയുടെ വാല്യൂ വിൽ ബി 2. So substituting the same thing, s by s squared plus a squared. So എയുടെ വാല്യൂ നമുക്കറിയാം. ഇറ്റ് ഇസ് 2. 2 squared is 4. So s by s squared plus 4 is the answer. Now, moving on to the fifth question. Laplace transform of f of t is equal to 4t squared minus 2t plus 3. So, ആദ്യം നമ്മൾ f of t യുടെ വാല്യൂ കൺസിഡർ ചെയ്യുന്നു. f of t is equal to 4t squared minus 2t plus 3. നെക്സ്റ്റ് ഈ 3 എന്ന് വെച്ച് നമുക്ക് ഒരു അതിന് ടിയുടെ ടേംസ് ഒരു വാല്യൂസ് ഒന്നുമില്ല. ദാറ്റ് മീൻസ് ടി റേസ് ടു 0 നമുക്ക് കൊടുക്കാൻ പറ്റും. ടി റേസ് ടു 0 ഇസ് 1 അല്ലേ. സോ 3 into 1 എന്നായിരിക്കും വരുന്നത്. സോ 3 into t raised to 0. So we have to apply the Laplace transform. So L of f of t. So ആ കേസിൽ for L of t squared minus 2 Laplace of t plus 3 Laplace of 1. Substituting all these values together, നമുക്കിവിടെ കിട്ടുന്ന എന്തായിരിക്കും? We'll be getting t squared. t squared in Laplace എന്താ? We have already learned that equation, that is n factorial by s raised to n plus 1. So ആ കേസിൽ it is, so ഇവിടെ s raised to n plus 1 എന്നുള്ള ടേം ആയിരിക്കും വരുന്നത്. So actually this 2 raised to this s squared or 2 plus 1. This is actually the term that is coming over here. Okay. So in this case, നമുക്കിവിടെ അറിയാവുന്ന പോലെ 8 by s cube minus 2 by s squared plus 3 by s. So this is how we are actually following. We should know the result to do the calculations on Laplace transforms. So hope today's session is clear for everyone. Thank you so much. Bye.